പേര് സണ്ണി എന്നാണ്. ഈ സ്ഥലം കബനീരി ആണ് അറിയപ്പെടുക. ഞാനിവിടെ ഈ സ്ഥലം വാങ്ങിയിട്ട് ഒരു 27 വർഷത്തോളമായി. ഈ സ്ഥലം ഞാൻ വാങ്ങിയതിന് ശേഷം ആദ്യമായി കമുകും കാപ്പിയുമായിരുന്നു കൃഷി ചെയ്തത്. ആ കൃഷിയിൽ കുറച്ച് മെച്ചം കിട്ടിയെങ്കിലും പിന്നീട് ഞാൻ പല കൃഷികളിലേക്കും മാറി ചെയ്തു. ഈ സ്ഥലത്ത് ഞാൻ കൊക്കോ കൃഷി ചെയ്തു. കൊക്കോ നട്ടിട്ടും വിളവുകൾ നന്നായിട്ട് ലഭിച്ചെങ്കിലും മറ്റ് കീടങ്ങളും ഇതുമൊക്കെ നമ്മളെ ശല്യം ചെയ്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പ്രശസ്തമായ വാനില കൃഷിയിലേക്കും കുറേ തിരിഞ്ഞു. അവിടെയും നമുക്ക് പരാജയമാണ് സംഭവിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഈ പാഷൻ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷിയിൽ തരക്കേടില്ലാത്ത രീതിയിലുള്ള വിളവുകളും വിലയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃഷി കൊണ്ടു നടക്കാമെന്ന് തോന്നുന്നുണ്ട്. വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലി, പുൽപ്പള്ളി, പൂതാടി എന്നീ പഞ്ചായത്തുകളിൽ ഈ കൃഷി ചെയ്യാൻ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കാരണം പൊതുവേ മഴ കുറഞ്ഞ സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് വളരുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തരക്കേടില്ലാത്ത ഒരു വിലയും കിട്ടുന്നു എന്നാണ് ഞാൻ കരുതുക. ഇപ്പോൾ ഒരു 45-50 രൂപയ്ക്ക് അടുത്ത് ഒരു കിലോയ്ക്ക് ശരാശരി വില കിട്ടുന്നുണ്ട്. അത് നമുക്കൊരു അനുകൂലമായ സാഹചര്യമാണ്. കൃഷി തുടരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാഷൻ ഫ്രൂട്ട് കൃഷി വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ മറ്റ് കൃഷികളിൽ വിജയിക്കാതെ വന്നപ്പോൾ ഈ കൃഷിയിലേക്ക് മാറിയത് എനിക്കൊരു വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല അനുകൂലമായ കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് കിട്ടിയത്. കാരണം എൻ്റെ കമുകും തോട്ടത്തിലാണ് ഞാനിത് കൃഷി ചെയ്തിരിക്കുന്നത്. നല്ല വെയിൽ അടിക്കുന്ന സ്ഥലങ്ങളിലാണ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യേണ്ടത്. എങ്കിലും വളരെ നന്നായിട്ട് ഫലങ്ങൾ കിട്ടുകയും നല്ല അനുയോജ്യമായ വിലകൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി തരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. കമുകിനകത്തായതുകൊണ്ട് തന്നെ പന്തൽ പണികൾക്ക് എനിക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ടുണ്ട്. ഈ ചിലവ് കുറവ് തന്നെ കൃഷിയിലെ ഒരു ലാഭത്തിലേക്ക് കൊണ്ടു നടക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രസ്ഥാനം നന്നായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ്. നല്ല വെയിലടിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാവണം. നല്ല വളക്കൂറുള്ള മണ്ണ് വൃത്തിയായി കിളച്ചൊരുക്കി തടമെടുത്തിട്ട് വേണം നടാൻ. തടമെടുക്കുന്നത് ഏതാണ്ട് ഒരു 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും ഒരടി താഴ്ചയുമുള്ള കുഴികളെടുക്കുന്നതാണ് നല്ലത്. അതിൽ ജൈവവളം നിറയ്ക്കണം. അതായത് ചാണകമോ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ ഒക്കെ കൂട്ടി നിറച്ച് വലിയ തടങ്ങളെടുത്ത് അതിൽ ഒരു തൈയാണ് നടേണ്ടത്. തൈകൾ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനേ ഉള്ളൂ. നമുക്ക് ബോധ്യമുള്ള നല്ല തോട്ടങ്ങളിൽ നിന്ന് നല്ല കായ്കൾ ശേഖരിച്ച് അത് 2-3 തോട്ടങ്ങളിൽ പോയി നല്ല കായ്കൾ ശേഖരിച്ച് ആ പഴങ്ങളിൽ നിന്നെടുക്കുന്ന വിത്തുകൾ പോളിത്തീൻ ബാഗിൽ പാകി തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. വിത്തുകൾ പാകി ഉണ്ടാക്കുന്ന തൈകളാണ് ഏറ്റവും നടാൻ അനുയോജ്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ചെടികൾ തടങ്ങളിൽ നട്ടതിന് ശേഷം പന്തൽ ഒരുക്കേണ്ടതുണ്ട്. പന്തൽ ഒരുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്ഥായിയായ തൂണുകൾ ഇടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പാഷൻ ഫ്രൂട്ട് വളർന്നു കയറി വലുതായി കഴിയുമ്പോൾ വെയിറ്റ് കൂടി പൊട്ടി താഴെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ നല്ല തോതിൽ തൂണുകൾ കൊടുത്തു വേണം പന്തൽ ക്രമീകരിക്കാൻ. പന്തൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നാട്ട കെട്ടി ഈ പന്തലിലേക്ക് തൈകൾ കയറ്റി വിടാവുന്നതാണ്. ഈ തൈകൾ ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് പൂവിട്ട് തുടങ്ങും. ഒരു 8 മാസം 8.5 മാസം ആകുമ്പോഴേക്കും നമുക്ക് കായ്കൾ ലഭിച്ചു തുടങ്ങും.
തൈകൾ നട്ടതിന് ശേഷം നമുക്ക് നേരിയ തോതിൽ രാസവള പ്രയോഗങ്ങൾ നടത്തുന്നത് തൈയുടെ വളർച്ചയ്ക്ക് വളരെ മെച്ചമായിട്ട് വരും. അത് നമ്മൾ കുറച്ച് ഭാഗം മാത്രം മണ്ണിൽ കൊടുക്കുകയും ബാക്കി നമ്മൾ സ്പ്രേയിങ്ങിൽ കൂടി കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് കരുതുന്നത്. കാരണം വളങ്ങൾ മണ്ണിലിട്ടാൽ ചെടികളുടെ വേരിനെ കേടുബാധിക്കാൻ സാധ്യത കൂടുകയും അതിലൂടെ ഫംഗസുകൾ വളരാനും കേടുകൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധം എന്ന നിലയിൽ കുമിൾനാശിനികളും കീടനാശിനികളുമൊക്കെ നേരിയ തോതിലെങ്കിലും പ്രയോഗിക്കേണ്ടി വരും. നമുക്ക് ഈ ചെടികൾ നട്ടാൽ ഒരു 5 മാസം കൊണ്ട് പൂവിടുത്തുന്ന രീതിയിലേക്ക് വരും. ഒരു 7-8 മാസം കൊണ്ട് കായ്ഫലത്തിലേക്ക് എത്തും. ഈ ചെടികളുടെ ദ്രുതമായ വളർച്ചയ്ക്ക് നമ്മൾ മൈക്രോ ഫുഡുകൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ചെടികളുടെ ക്രമമായ വളർച്ചയ്ക്ക് ജലസേചനം കൃത്യതയോടെ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അമിതമായ ജലസേചനവും അമിതമായ ചൂടും ചെടികളുടെ രോഗബാധയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിമാവിരകളുടെ ശല്യമായിട്ടാണ് കാണുന്നത്. നിമാവിരയ്ക്ക് എതിരെ നമുക്ക് ഓർഗാനിക് വിഷങ്ങളും കെമിക്കൽ വിഷങ്ങളുമുണ്ട്. ഇത് രണ്ടും പ്രയോഗിച്ചാൽ പ്രയോജനപ്പെടുന്നതാണ്. ഓർഗാനിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ നമുക്കൊരു പക്ഷേ കുറേ വില കൂടുതൽ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. പാഷൻ ഫ്രൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കീടങ്ങളും ബാധിക്കുന്നുണ്ട്, ഫംഗസുകളും ബാധിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കീടബാധയാണ്. ഈ കീടബാധയ്ക്ക് നമ്മൾ കാര്യമായ മരുന്നൊന്നും ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഫെറമോൺ കെണികളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക. ഫംഗസ് ബാധിക്കുന്നതിന് ചിലപ്പോൾ ആണെങ്കിലോ ഫംഗിസൈഡുകൾ ഉപയോഗിക്കും. ഇവിടെയൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മരുന്നടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരുന്നടിക്കൽ പൊതുവേ കുറവാണ്. ഇതൊക്കെ കായ്ച്ച കുത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. ഈ കായ്ച്ചയ്ക്ക് ഞങ്ങൾ ഫെറമോൺ കെണിയോ അല്ല തുളസി കെണിയോ ഒക്കെയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക. അതൊക്കെ വളരെ ഫലപ്രദമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിരവധി കൃഷികൾ ഞാൻ ചെയ്ത് വലിയ ലാഭമൊന്നുമില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് മുള്ളംകൊല്ലി കൃഷിഭവനിൽ നിന്നും ഒരു അവസരം കിട്ടി. പാലക്കാടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഞങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി നന്നായിട്ട് പഠിക്കുകയും അതിൻ്റെ അവിടുത്തെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു സംവിധാനങ്ങളെല്ലാം കാണുകയും ചെയ്തു. അന്നാണ് എനിക്ക് ഈ പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് ഒരു പ്രചോദനം കിട്ടിയത്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ കൃഷി ആരംഭിച്ചത്. ആദ്യം ഞാൻ വെറുതെ സാമ്പിളിന് നട്ടതൊക്കെ വളരെ വിജയപ്രദമായിട്ട് കൊണ്ടെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ വ്യാപകമായിട്ട് കൃഷി ചെയ്യാനുണ്ടായത്. ആ കൃഷിക്ക് എനിക്ക് ഏറ്റവും പ്രചോദനം തന്നത് കൃഷിഭവനും മറ്റുമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ ഓർക്കുകയാണ്, എല്ലാ കൃഷികളും പരാജയപ്പെട്ടപ്പോൾ ദൈവാനുഗ്രഹം എന്ന നിലയിലാണ് എനിക്ക് കൃഷിയിലേക്ക് മാറാൻ സാധിച്ചത്. ഞാൻ മറ്റ് കൃഷികൾ ആലോചിച്ചിരുന്നെങ്കിലും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ ഒരു 4 വർഷത്തോളമായിട്ട് ലാഭകരമായ രീതിയിൽ തന്നെയാണ് ഇത് കൊണ്ടു നടക്കാൻ കഴിയുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയും എൻ്റെ മകനുമൊക്കെ ഈ കൃഷിയിലേക്ക് എന്നെ വളരെ സഹായിക്കുന്നുണ്ട്. കൃഷിയിലേക്ക് വരുന്ന തൊഴിലാളികൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം എൻ്റെ ഭാര്യ 100% എന്നോടൊപ്പം വന്ന് ഈ കായ്കൾ പറിക്കുവാനും അത് ക്ലീൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് ഇത് കാണുന്നത്. നമ്മളൊരു 2 മാസം പ്രായമായ തൈകൾ നടുകയാണെങ്കിൽ അതൊരു 4.5 മാസം ആകുമ്പോഴത്തേക്കും വീണ്ടും പൂവിടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ കൊടുക്കുന്ന രാസവളങ്ങളും ആണ് അതിൻ്റെ ഏറ്റവും നന്നായിട്ട് വളർച്ചയെ സ്വാധീനിക്കുക. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ കീടനാശിനികളും നേരിയ തോതിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചില കീടങ്ങൾ കയറി ഈ ചെടികളുടെ വേരുകൾ മുഴുവൻ തിന്ന് നശിപ്പിക്കുകയും കുമിളുകളൊക്കെ കയറി നശിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു 5 മാസമാകുമ്പോൾ പുഷ്പിച്ച് പിടിക്കുന്ന കായ്കൾ 8 മാസമാകുമ്പോഴത്തേക്കും, അതായത് 3 മാസത്തെ വളർച്ച കൊണ്ട് പൂർണ്ണമാവുകയും അത് വിളവെടുക്കാൻ പാകത്തിനാവുകയും ചെയ്യുന്നുണ്ട്. വിളവെടുക്കുന്ന കായ്കൾ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കലുള്ളത്.
നമ്മൾ ഒരു ഏക്കറിലൊരു 400 ചെടി നടുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ശരാശരി ഒരു 15 കിലോയോളം വിളവ് ലഭിക്കും. ചുരുങ്ങിയതാണ് പറഞ്ഞത്, അതിൽ കൂടുതൽ ലഭിക്കാനാണ് സാധ്യത. ഈ കായ്കൾ നമ്മൾ വിപണനത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കായ്കൾ കൂടുതലുണ്ടെങ്കിൽ ബിസിനസ്സുകാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പനമരം ആഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലാണ്. ആ കമ്പനിയിൽ കൊടുത്താൽ അവർ അത് പ്രത്യേകം സോർട്ട് ചെയ്ത് കയറ്റി അയക്കുകയാണ് ചെയ്യുക. ഞങ്ങൾക്ക് ഏതാണ്ട് 40 മുതൽ 50 രൂപ വരെ വിലയ്ക്കാണ് ഇപ്പോൾ സെക്കൻഡ് കായ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കായാണെങ്കിൽ 70 രൂപ വരെ വിലയിലെടുക്കുന്നുണ്ട്. വിപണനത്തെപ്പറ്റി യാതൊരു പ്രതിസന്ധിയുമില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അന്വേഷിച്ച് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് സുമാർ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നതിന് ഒരു 1.5 ലക്ഷം രൂപയോളം മിനിമം ചിലവ് വരുന്നുണ്ട്. ആ ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിളവെന്ന് പറയുന്നത് 1 ഏക്കറിൽ നിന്നൊരു 6 ടണ്ണ് 7 ടണ്ണ് വിളവ് ലഭിക്കും. 6 ടൺ വിളവ് ലഭിച്ചാൽ തന്നെ നമുക്കൊരു 2 ലക്ഷം 2.5 ലക്ഷത്തെ രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിലേക്കാണ് കണക്കുകൾ വരിക. നമ്മൾ ഒരു ചെടി നട്ടാൽ നമുക്ക് 2 വർഷം വിളവ് ലഭിക്കും. അതുപോലെ തന്നെ പന്തൽപ്പണികളും മറ്റ് ചെലവുകളുമായി പോകുന്ന തുക കഴിച്ചാലും നമുക്ക് 1 ഏക്കറിൽ നിന്ന് 2 വർഷം കൊണ്ടൊരു 4 ലക്ഷം രൂപയോളം ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണുള്ളത്. കീടബാധയും രോഗബാധയും ഇല്ലാതെ കൊണ്ടു നടക്കണം എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പല രീതിയിലുള്ള സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് വാഴ നട്ടതാണ്. വാളയംകോടൻ വാഴയാണ്. നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് വാഴ, എന്നാലും ശരി നല്ല കുലകൾ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1 ഏക്കർ സ്ഥലത്തോളം ഞാൻ നട്ടിട്ടുണ്ട്. 400ഓളം വാഴയാണ് നട്ടത്. ഒരു കുല ശരാശരി ഏതാണ്ടൊരു 15 കിലോ 16 കിലോയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും കൊത്തി കൊടുക്കുമ്പോൾ 20 രൂപ വെച്ച് കിട്ടി. നഷ്ടമൊന്നുമില്ല, നല്ല പൈസ ലാഭം കിട്ടും. പിന്നെ ഇവിടെ ജലസേന ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പണി കൃഷിയിൽ കുറച്ച് ആദായമായിട്ട് കൂടുതലായിട്ട് കിട്ടും. ഈ വാഴകളെ സംബന്ധിച്ചിടത്തോളം 2 3 കുലകൾ കിട്ടുന്നത് വരെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വാഴയ്ക്ക് അങ്ങനെ കാര്യമായ തോതിലുള്ള കീടനാശിനികളോ മറ്റു പ്രയോഗിക്കലില്ല. കുറച്ച് രാസവളങ്ങൾ കൊടുക്കുന്നതും ജൈവവളങ്ങൾ കൊടുക്കുന്നതും മാത്രമേ ഉള്ളൂ. മറ്റങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. കുത്തു കൊടുക്കുകയോ വലിച്ചു കെട്ടുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കൃഷി നല്ല ലാഭകരമായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. ചില സീസണിൽ 30 രൂപ വരെ 1 കിലോയ്ക്ക് കിട്ടിയ സമയമുണ്ട്. അന്നൊക്കെ നല്ല ലാഭം കിട്ടുന്നുണ്ട്. 1 ഏക്കറിൽ നിന്നൊരു 1.5 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ചിലവ് കഴിച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഈ വാഴയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഒരു 10 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്. ഇത് ഞാൻ കർണാടകത്തിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത്. ഒരു 2 അടി നീളവും 2 അടി വീതിയും 2 അടി താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ ജൈവവളങ്ങളൊക്കെ നിറച്ചിട്ടാണ് നട്ടത്. ഈ വാഴയെ സംബന്ധിച്ച് നിമാവരകളുടെ ശല്യം കൂടുതലായതിനാൽ നിമാവരയ്ക്കെതിരായിട്ടുള്ള വിഷപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ രാസവളങ്ങളാണ് കൊടുക്കൽ. ഇത് നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് നട്ടാലും കുഴപ്പമില്ല. ഞാൻ നട്ടത് ഒക്ടോബർ മാസത്തിലാണ് കഴിഞ്ഞ. ഇപ്പോൾ 1 വർഷത്തെ 1 കുല വെട്ടി മാറിയിട്ടുണ്ട്. ഇനി ഒരു 2 കുലയും കൂടെ വെട്ടിയതിന് ശേഷം മാത്രമേ ഈ വാഴകൾ പിരിച്ച് മാറ്റുകയുള്ളൂ. ഒരു 3-4 തവണ വളങ്ങൾ കൊടുക്കുന്നുണ്ട്. കീടനാശിനികളോ മറ്റ് പ്രയോഗങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ കാറ്റടിക്കുകയോ ഒടിയുകയോ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ വിപണനത്തിനാണെങ്കിലും ഒരു പ്രശ്നമില്ല. ആൾക്കാർ ഇവിടെ വന്ന് വെട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുക. വാഴയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കേടുകളൊക്കെ കാണുന്നുണ്ട്. പൊതുവേ കേടുകൾ കുറവാണ്. ഇതിൻ്റെ കൂമ്പടഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയതായ പ്രശ്നമായിട്ട് വരുന്നത്.
അതിന് ഞാൻ പ്രതിരോധമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ആ കേടായ വാഴകൾ പറിച്ചു മാറ്റി തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി കളയലേ ഉള്ളൂ. അല്ലാതെ കൂടുതലായ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് മൃഗങ്ങളുടെ ശല്യം കാര്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പന്നികളൊക്കെ കയറി നാശമാക്കി കുത്തി ഇടുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. വാഴകളൊക്കെ ഓടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ കുത്തിമറിച്ച് കളയുന്നുണ്ട്. ചുവടുകളെല്ലാം നാശമാക്കി കളയുന്നുണ്ട്. പിന്നെ വാഴയെ സംബന്ധിച്ച് ഒരേക്കർ സ്ഥലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 400 വാഴയാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഈ 400 വാഴയിൽ നിന്നൊരു കൊലയിൽ നിന്ന് ശരാശരി ഏതാണ്ട് ഒരു 250-300 രൂപയൊക്കെ ഒരു കൊലയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 കൊല വെട്ടുന്നവരെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഏക്കറിൽ നിന്നൊരു 2 ലക്ഷം രൂപയോളം ചിലവൊക്കെ കഴിച്ച് നമുക്ക് ലാഭം കിട്ടാൻ വകുപ്പുണ്ട്. അതുകൊണ്ട് കൃഷി നഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലം വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുകയും കൃത്യതയോടെ ചെയ്യുകയും വേണം. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള ഈശ്വരാനുഗ്രഹം കൊണ്ടും എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പല കൃഷി ചെയ്തിട്ടും ഇപ്പോൾ കുറേ മെച്ചപ്പെട്ടാണ് കൃഷിയുമായിട്ട് പോകാൻ കഴിയുക. വാഴയായിട്ടും പാഷൻ ഫ്രൂട്ടായിട്ടും ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കാണ്. ഈ വാഴയൊക്കെ ഞാൻ നട്ടത് 2 അടി നീളവും 2 അടി വീതിയും 2 അടി താഴ്ചയുമുള്ള കുഴി കുഴിച്ചിട്ടാണ്. കുഴി കുഴിച്ച് ആ കുഴിയിൽ ജൈവവളവും ഇട്ടതിന് ശേഷമാണ് വിത്ത് നട്ടത്. വിത്ത് നട്ട് വീണ്ടും പലതവണ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം. മണ്ണ് കയറ്റി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വളങ്ങളിടുകയും ആവശ്യമെങ്കിൽ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കീടനാശിനികൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിമാവരയുടെ ശല്യങ്ങൾ കൊണ്ട് വാഴ മോശമായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കൈകളൊക്കെ എല്ലാം കണ്ടിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വാവലൊക്കെ കയറി ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും. ഇതൊക്കെ കണ്ടിച്ച് കളയേണ്ടതാണ്. പാളയംകോടൻ വാഴയെ സംബന്ധിച്ചിടത്തോളം നേന്ത്രവാഴ കൃഷിയായിട്ട് വളരെ ചിലവ് കുറവാണ്. കാരണം നേന്ത്രവാഴയ്ക്ക് 6 വളങ്ങൾ കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു 2-3 തവണ വളം കൊടുക്കുകയും മണ്ണ് കൂട്ടുകയും ചെയ്യാൻ മതി. അതുകൊണ്ട് തന്നെ കൃഷിയിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കീടങ്ങൾ ബാധ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ലാഭകരമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വാഴകളെ, അതായത് നേന്ത്രവാഴയ്ക്ക് വരുന്നതിൻ്റെ വളരെ കുറഞ്ഞ കേടുകളെ വരുന്നുള്ളൂ. ഇതിന് കണ്ടോ, മാണപ്പുഴുവോ അങ്ങനത്തെ യാതൊരു കാര്യമായ ശല്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടിമറ്റോ അങ്ങനെയുള്ള യാതൊരു രൂക്ഷമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുമില്ല, ഉപയോഗിക്കുന്നുമില്ല. അതൊക്കെ നമുക്ക് കൃഷിയെ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് വിലയെ സംബന്ധിച്ചിടത്തോളം സാമാന്യം തരക്കേടില്ലാത്ത വിലകൾ കിട്ടുന്നുമുണ്ട്. മാർക്കറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ആൾക്കാർ വന്ന് വെട്ടിയെടുത്ത് തൂക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്യുക. നേന്ത്രവാഴ കൃഷിക്ക് ഒരു സീസണൽ വിലകളാണ് നമുക്ക് കിട്ടുക. കൂടുതലായിട്ടും ഓണം സീസണിലായിരിക്കും നേന്ത്രവാഴയ്ക്ക് കായ്ക്ക് വില കൂടുതൽ കിട്ടുകയുള്ളൂ. പാളയംകോടൻ വാഴയെ സംബന്ധിച്ചിടത്തോളം 365 ദിവസം മാർക്കറ്റുമുണ്ട്. മിക്കവാറും വേനലോടുകൂടി ഒരു 6 മാസത്തേക്ക് നല്ല വില കിട്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേന്ത്രവാഴ കൃഷിയേക്കാൾ മെച്ചമായിട്ട് ലാഭകരമായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ് പാളയംകോടൻ വാഴ കൃഷി. ഞാൻ വാഴക്കൃഷി ചെയ്തപ്പോൾ 2 തരത്തിലുള്ളത് ചെയ്താലോ എന്നോർത്തിട്ടാണ് ഞാലിപ്പൂവൻ കൂടെ ചെയ്തത്. ഇത് ഞാലിപ്പൂവൻ വാഴയാണ്. ഇതൊരു 11 മാസം കൊണ്ടൊക്കെ കൊല കൊത്താറാവുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും മാർക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെ വില നമുക്ക് നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. ഇതിന് പൊതുവെ കൃഷി ചെലവ് തീരെ കുറവാണ്. ഈ വാഴ ഒരു 2 അടി നീളം 2 അടി വീതിയും ഒരു 1.5 അടി താഴ്ചയുമുള്ള കുഴി കുത്തിയിട്ട് ജൈവവളമൊക്കെ ഇട്ടാണ് നടുക. ഇതിനും പൊതുവെ കീടങ്ങളുടെയും രോഗബാധ കുറവായതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഉപയോഗിച്ചുള്ള കൃഷികൾ കുറവാണ്. പിന്നെ ഹ്യൂമിക് പോലെയുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഓർഗാനിക്കിൻ്റെ. അത് വേര് പൊട്ടാനും വളർച്ചയ്ക്കും പെട്ടെന്ന് എളുപ്പമാണ്. അതൊരു ഗുണമായിട്ട് കാണുന്നുണ്ട്. ഈ
വാഴയെ സംബന്ധിച്ചിടത്തോളം നല്ല വില ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊത്തിയത് 39 റുപ്യ വിലയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. പല ഐറ്റം കൃഷി ചെയ്യണം എന്നുള്ള താല്പര്യം വന്നപ്പോഴാണ് ഞാൻ കുറച്ച് തിപ്പലി നടണം എന്ന് ആഗ്രഹിച്ചത്. ഇത് ആയുർവേദ മരുന്നാണ്. ഇതിന് ഇപ്പോൾ നിലവിൽ 1 കിലോ ഉണക്കി കൊടുത്താൽ 500 രൂപ ഓപ്പൺ മാർക്കറ്റിൽ വിലയുണ്ട്. ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ കൊണ്ടു നടക്കാം. കാരണം ഇതിന് വലിയ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുരുമുളകിൻ്റെ കൂടത്തൈ നടുന്നതുപോലെ തന്നെ ഈ തിപ്പലിയുടെയും തൈ കൂടയിലാക്കി നട്ടുകൊടുത്താൽ ഒരു 3 വർഷം കൊണ്ട് തന്നെ തിരിയിട്ട് തുടങ്ങും. ആ തിരികൾ പറിച്ചൊരു 4-5-6 വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് റെഡിയാവും. ഇത് നല്ല ഒരു ആയുർവേദ മരുന്നാണ്. ഇതിന് നല്ല ഡിമാൻഡുമുണ്ട്. ഇത് പരിപാലിക്കാൻ ബുദ്ധിമുട്ട് കാര്യമായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ വിളവെടുക്കേണ്ട സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ്. അപ്പോൾ വെയിൽ കുറവായത് കാരണം ഉണക്കിയെടുക്കാനുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ ബുദ്ധിമുട്ട്. അതിന് ഒന്നെങ്കിൽ ഡ്രയറിനെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ പോളി ഹൗസിൽ കൊണ്ടുപോയിട്ടാൽ നല്ല ചൂട് കിട്ടുന്നത് കാരണം ഒരു 5-6 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങിക്കിട്ടും. ഇതിപ്പോൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തിപ്പലിയെ പറ്റി പറഞ്ഞാൽ നടുന്നതിന് നല്ല നീർവാർച്ചയുള്ള സ്ഥലം തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നല്ല നീർവാർച്ചയും വേണം, അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായിരിക്കണം. വെയിലടിക്കണം, നന്നായിട്ട് വെയിലടിക്കാൻ കൂടിയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്ന പോലെ അത്രയൊന്നും അകലത്തിൽ നടേണ്ട ആവശ്യമില്ല. ഒരു 8 അടി അകലത്തിൽ ഇത് നമുക്ക് നടാവുന്നതാണ്. ഒരു 2 അടി കുഴിയെടുത്ത് അതിൽ ജൈവവളങ്ങളൊക്കെ നിറച്ച് കൊന്നക്കാലോ എന്തെങ്കിലും ഇട്ട് അതിലാണ് നടേണ്ടതുണ്ട്. ഒരു 3 വർഷം ആകുമ്പോഴത്തേക്കും വളർന്നു കയറി അത് കായ്ക്കിലേക്ക് എത്തുന്നതാണ്. ഇത് ഞാൻ കുറച്ച് കാച്ചിൽ നടാം എന്ന് കരുതി ചെയ്യുന്നതാണ്. ഇത് തരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. ഇതൊരു ശരാശരി ഒരു ചുവട്ടിൽ നിന്ന് ഒരു 3 കിലോ 4 കിലോ ഒക്കെ വിളവ് ലഭിക്കും. ഇപ്പോൾ 40 രൂപ 45 രൂപയോളം വിലയുണ്ട്. ഒരു 250 ഗ്രാം തൂക്കമുള്ള വിത്തുകളാണ് നടുക. കിളച്ചിളക്കിയ മണ്ണിൽ കൂടം വെട്ടി അതിന് മുകളിൽ വിത്ത് വെച്ച് അതിന്മേലെ വളവിട്ടിട്ടാണ് നടുക. കിളുത്തു വന്ന സമയത്ത് കയറ്റം കൊടുക്കാനായി കമുകിലോ അല്ലെങ്കിൽ വള്ളി കെട്ടി അതിലോ നമ്മൾ കയറ്റി വിടുകയാണ് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ആഹാരം നല്ലതാണ്. വയറിന് ഏറ്റവും സുഖകരമായ ഒരു ഭക്ഷണമാണ്. ഇത് രോഗികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. വ്യാപകമായ തോതിൽ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് വ്യാപകമായിട്ട് ചെയ്തത്. ഇത് നടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. പുതുമഴ പെയ്തതിന് ശേഷം കൂടം വെട്ടി അതിൽ മേലാണ് നടുക. ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കിളുത്തു വരും. ഇതിനും കുറച്ച് കീടശല്യങ്ങൾ കൂടുതലുണ്ട്. ഇതിന് വേര് മുഴുവൻ പുഴു തിന്നുപോകും. കോക്ചേഫർ എന്ന് പറയുന്ന പുഴുവാണ് ആക്രമിക്കുക. എല്ലാവരും അതിനെ ചാണകപ്പുഴു എന്ന് പറയുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലും കീടനാശിനികൾ ഒരു 2 തവണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഒഴിച്ചു കൊടുത്താണ് ഞങ്ങളൊക്കെ കൃഷി ചെയ്യുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ പുഴുക്കളുടെ ശല്യം ഇല്ലാഴുകയുമുണ്ട്. ഇത് ഒരു 7 മാസമാകുമ്പോഴത്തേക്കും വിളവെടുക്കാറാവും. 7 മാസം മുതൽ പിന്നെ ഒരു വർഷം വരെ പിന്നീട് നമുക്ക് നീട്ടിയിടാൻ പറ്റും. എന്നാലും ഇത് മണ്ണിൽ കിടന്ന് കേടായി പോവുക ഇല്ല. ഒരു 7-8 മാസം സൂക്ഷിപ്പ് കാലം കിട്ടുന്നുണ്ട്. ഇത് പിന്നെ പന്നികളുടെയൊക്കെ ശല്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുമ്പോൾ പന്നി ശല്യം ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരു 4 മാസമായി നട്ടിട്ടുള്ള ചെടിയാണ്. ഇത് ഇനി ഒരു 3 മാസം കൂടെ കഴിയുമ്പോഴേക്കും വിളവെടുക്കാറാവും. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടായിരുന്ന ചാരവും അല്പം ചാണകവും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് ഒരു വളർച്ച സ്വല്പം കുറവുണ്ട്. എന്നാലും ശരി, ഇതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് രാസവളങ്ങൾ ചെയ്യുന്നുണ്ട്. അതും വളർച്ചയ്ക്ക് വളരെ നന്നായി കിട്ടും.
അല്ലെങ്കിൽ കിഴങ്ങ് വണ്ണം വയ്ക്കാൻ സാധ്യത കുറവുണ്ട്. പണ്ട് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് ജനങ്ങൾ സർവ്വസാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു കാച്ചിൽ. ഇപ്പോഴുള്ള ആൾക്കാർ തീരെ കാച്ചിൽ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലാണെന്ന് ആണ് മനസ്സിലാകുക. ഇന്ന് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ആൾക്കാർ ഉപേക്ഷിച്ച് തുടങ്ങി. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴും ആൾക്കാർ ഇഷ്ടംപോലെ കാച്ചിലും ചേനയും ഒക്കെ കഴിക്കുന്നുണ്ട്. കാച്ചിൽ കഴിച്ചാൽ നമുക്ക് വയറിന് ഏറ്റവും നല്ല ഒരു ഭക്ഷ്യവസ്തുവാണ്. ഞാൻ 3-4 വർഷം മുമ്പ് നന്നായിട്ട് കാച്ചിൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഒരേക്കറിലൊരു 4000 ചുവട് കാച്ചിൽ വരെ നട്ടിരുന്നു. ആ കാച്ചിൽ ഒരു 3 കിലോ ശരാശരി വിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് ആ കൃഷി ചെയ്തിട്ട് ഒരു ഏക്കറിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയിൽ കൂടാതെ നല്ല ചിലവുകളെല്ലാം കഴിഞ്ഞ് എനിക്ക് ബാക്കി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ കൂടുതൽ കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വിളവുകൾ കുറയുകയും മറ്റ് ശല്യങ്ങൾ കൂടുകയും ചെയ്തു. അതായത് കാട്ടുപന്നി, മറ്റ് മാന്, ഇതൊക്കെ ശല്യം ചെയ്യുന്ന കാരണം അത്രയ്ക്ക് തന്നെ ലാഭത്തിലേക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഒരു ഏക്കറിൽ ഇപ്പോൾ ഒരു 4000 എന്ന തോതിൽ തന്നെ നട്ടാൽ നമുക്കൊരു 250 ഗ്രാം വിത്തേ നടേണ്ടതുള്ളൂ ഒരു ചുവട്ടിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്താലൊരു 12 ടണ്ണൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ 12 ടണ്ണിന് കൂടി വന്നാൽ നമുക്കൊരു 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയോടെ ചിലവ് വരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഒരു 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് ആ വിളവിൽ നിന്ന് ലാഭം കിട്ടും. അത് കൃഷിയുടെ ചെയ്യുന്ന രീതിയും മറ്റും അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. ഞാൻ ഏതൊരു കൃഷി ചെയ്യാൻ പോകുമ്പോഴും ആദ്യം ഓർക്കുക ഈശ്വരനെയാണ്. ഈശ്വരനോട് പ്രാർത്ഥിച്ച് മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു വിത്തുകൾ മണ്ണിൽ നടാറുള്ളൂ. ആ അനുഗ്രഹം എനിക്കിന്നും നിലനിൽക്കുന്നുണ്ട്. തന്നെയുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വിളവിൻ്റെ ഒരു നല്ല ശതമാനം ഞാൻ ഒരു ദൈവത്തിന് വേണ്ടി, അതായത് ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുന്നും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കൂടാതെ അതുകൊണ്ട് തന്നെ എനിക്ക് പല രീതിയിലുള്ള പുതിയ കൃഷികളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഒരുവിധം നന്നായി തന്നെ കൊണ്ടു നടക്കുവാനും ചെറിയ തോതിലെങ്കിലും ലാഭമെടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്.